Hello everyone, welcome to lecture 1. So, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വെക്ടർ അനാലിസിസ് ആണ്. ബേസിക്കലി വെക്ടർ അനാലിസിസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്ടർ എന്ന് പറയുന്ന നോഷൻ നമുക്കറിയാം. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ഡയറക്ഷൻ. സോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഡിഫറൻസിയേഷൻ, കാൽക്കുലസ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന 2 ടേംസ് ബേസിക്കലി ഒരു വെക്ടറിന്റെ നോഷനിൽ അല്ലെങ്കിൽ വെക്ടറിന്റെ സെൻസിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് വെക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ ഭാഗത്ത് നമുക്ക് കേൾ, ഡൈവേർജൻസ്, ഗ്രേഡിയൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ പറയണം. അതിനു മുമ്പ് വെക്ടർ ആൾജിബ്രയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെക്ടർ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗവും പിന്നെ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗവുമാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് നേരത്തെ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. സോ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. സോ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എ ഡോട്ട് ബി ക്രോസ് സി ഇതിനെയാണ് നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിനെ നമ്മൾ ചെയ്യാറുള്ളത് ഇറ്റ് ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് it is the determinant of ax, ay and az, bx, by, bz and cx, cy, cz. ഇതിനെയാണ് നമ്മൾ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പേരിലും സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അറിയപ്പെടാറുണ്ട്. ബേസിക്കലി വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ വോളിയം ഓഫ് എ പാരലലോപിപ്പിഡ്. ഇതൊരു പാരലലോപിപ്പിഡിന്റെ വോളിയമായിട്ടാണ് നമ്മൾ ഇതിന്റെ ഫിസിക്കൽ മീനിങ് പറയാറുള്ളത്. ഇനി രണ്ടാമത്തെ സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ക്രോസ് സിയെ വിളിക്കുന്ന പേരാണ് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. സോ ബേസിക്കലി വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ ഒരു പ്രത്യേകമായൊരു റൂളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ബാക്ക്-കേബ് റൂൾ എന്ന് പറയുന്നത്. അതായത് എ ക്രോസ് ബി ക്രോസ് സി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഈ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ബി നമ്മൾ എടുക്കുക. സോ ബി, ദെൻ എ ക്രോസ് എ ഡോട്ട് സി മൈനസ്, ദെൻ നമ്മൾ സി എടുക്കുക, ദെൻ എ ഡോട്ട് ബി. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എ ഡോട്ട് സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡോട്ട് പ്രൊഡക്റ്റ്. പക്ഷെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന ബിയും സിയും അത് ഡോട്ട് പ്രൊഡക്റ്റ് അല്ല എടുക്കുന്നത്, ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ഡോട്ട് പ്രൊഡക്റ്റ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആ സ്കേലാർ ക്വാണ്ടിറ്റി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കിട്ടുന്ന ഈ സ്കേലാർ ക്വാണ്ടിറ്റി നിങ്ങൾ ഒരു വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്കേലാർ ക്വാണ്ടിറ്റി നിങ്ങൾ സി എന്ന് പറയുന്ന വെക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇഫ് യു സബ്സ്ട്രാക്ട് ദോസ് ടു യു വിൽ ഗെറ്റ് എ ക്രോസ് ബി ക്രോസ് സി. സോ ഇതിനെയാണ് നമ്മൾ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ബാക്ക്-കേബ് റൂൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി വരുന്ന 2-3 റൂളുകളുമായി ബന്ധപ്പെട്ട് നമുക്കതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്കിനി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് കോർഡിനേറ്റ്സ്. സോ ദ കോർഡിനേറ്റ്സ് ആണ് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. സോ 3 തരം കോർഡിനേറ്റ്സ് ഉണ്ട്: കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സോ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, വൈ, സെഡ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്, വൈ, സെഡ് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും എങ്ങനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ can see that I'm taking the spherical coordinates നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. So you can clearly see that the spherical coordinates, what it means is that we are representing the x, y, z in terms of r, theta and phi. So ഇതാണ് യഥാർത്ഥത്തിൽ r എന്ന് പറയുന്ന
ആക്സിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ വെക്ടറാണ്, യൂണിറ്റ് വെക്ടറാണ്, ഇതിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ER ആൻഡ് E θ ആൻഡ് E phi. സോ നമ്മൾ ഈ ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സോ യു ക്യാൻ ക്ലിയർലി സീ ഫ്രം ദ പിക്ചർ ഇസ് ദാറ്റ് R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് the r cos theta. So in z axis ൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും r എന്ന് പറയുന്നത് it is r cos theta, and നിങ്ങൾക്ക് y axis ൽ പറയാൻ പറ്റും ഈ r ന്റെ നേരെ ഓപ്പോസിറ്റ് സൈനിൽ എന്ന് പറയുന്നത് ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് r sin theta ആയിരിക്കും. സോ അതിനെ നമ്മൾ രണ്ട് എക്സിലും വൈയിലും ആയിട്ട് കമ്പോണന്റ് ആക്കി തിരിക്കുമ്പോൾ നിങ്ങൾക്ക് x ആക്സിലുള്ള കമ്പോണന്റ് r sin theta, x ആക്സിലുള്ള കമ്പോണന്റ് r sin theta cos phi എന്ന് കിട്ടും. ആൻഡ് y ആക്സിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് r sin theta sin phi. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് phi എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ് ആണ്. phi എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസും തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു z ആക്സിസുമാണ്. സോ അതിനനുസരിച്ചിട്ടാണ് ഈ ഇക്വേഷൻസ് വരുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ആക്ച്വലി convert from one system to one coordinate system to another coordinate system, what you have to do is that, so if you want to convert AR എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് if you want to പോളാറിലേക്ക് നിങ്ങൾക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആയ ഒരു വെക്ടർ A എന്ന് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതിനെ നിങ്ങൾക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണം. So what you have to do is that you have to find AR, A theta, A phi. So what you have to do is that A dot R cap. So R cap എന്ന് പറയുന്നത് R ന്റെ യൂണിറ്റ് വെക്ടർ ആണ്. A തീറ്റയും അതേപോലെ തന്നെ A യുടെ it's take the dot product with theta cap and A phi is the dot product with phi cap. ഈ R theta and phi എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും and you can figure it out easily from the figure as well. So ഇതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സുമായി ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ തന്നെ ഇൻഫിനിറ്റ് ഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് നമ്മൾ R എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഇൻഫിനിറ്റ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്ന ഡയറക്ഷനിൽ നമ്മൾ കുറച്ചൊന്ന് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ x നെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് dx എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. നമ്മൾ y എന്ന ഡയറക്ഷനിൽ അതേപോലെ തന്നെ വളരെ ചെറിയ ദൂരം, അതിനാണ് ഇൻഫിനിറ്റ് ഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ dy in z direction ആണെങ്കിൽ dz. സോ ഇൻ ദ പോളാർ കോർഡിനേറ്റ്സിൽ അത് മൂന്ന് തരം കമ്പോണന്റ് ആയിട്ട് നമ്മൾ സാധാരണ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണെങ്കിൽ dx dy plus dz എന്ന് പറയുന്നതിന് പകരം in the terms of spherical coordinates it is the dl can be represented or the displacement vector can be represented as dl as dr r cap and r d theta theta cap plus r sin theta d phi cap. So ഇതാണ് ബേസിക്കലി സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിന്റെ കേസിലുള്ള ഇൻഫിനിറ്റ് ഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏരിയ എലമെന്റ് ആൻഡ് വോളിയം എലമെന്റ് ഇതിൽ നിന്ന് കിട്ടും. സോ യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഫ്രം ദ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പോളാർ കോർഡിനേറ്റ്സിലുള്ള ഏരിയ എലമെന്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദ ഏരിയ എലമെന്റ് ഹിയർ ആസ് DA എന്ന് പറയുന്നത് നമുക്കറിയാം dx dy എന്ന് പറയുന്ന കമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ തിരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ DL ഇവിടുത്തെ കേസിലാണെങ്കിൽ DLR DL തീറ്റ, സോ ഈ രണ്ട് കേസിലുമാണ് അത് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ സോ യു ക്യാൻ ടേക്ക് DLR എന്ന് പറയുന്നത് DR ആണ് and DL theta എന്ന് പറയുന്നത് R d theta ആണ്. So it is basically R dr d theta. So this is how you have to convert from one point to another point. And if you want to take the volume element, you have to eventually take it as DLR, DL theta and DL phi. So this is how you need to be taken care of the volume element. So ഇങ്ങനെയാണ് വോളിയം എലമെന്റ് നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആൾക്കാരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് DLR എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് DLR DL theta and DL phi.
സോ ഈ DLR, DL theta, DL phi. സോ ഈ കമ്പോണന്റ് നമ്മൾ ഇതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം എലമെന്റ് എന്താണെന്നും സർഫസ് എലമെന്റ് എന്താണെന്നും കിട്ടും. സോ ഏരിയൽ എലമെന്റ് കിട്ടാൻ ഇതിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഏതൊക്കെ കമ്പോണന്റ് ആണ് വേരി ചെയ്യുന്നത് നമ്മൾ നോക്കണം. എല്ലും തീറ്റയുമാണ് വേരി. സാധാരണ എല്ല് വേരി ചെയ്യാറില്ല. സാധാരണയായിട്ട് വരാറുള്ളത് അധികവും നമ്മളുടെ കേസിൽ അധികം വരാറുള്ളത് DL തീറ്റ, DL phi ആയിരിക്കും അധികം വരാറുള്ളത്. അല്ലെങ്കിൽ DLR വരുന്നുണ്ടെങ്കിൽ DLR, DL phi. സോ ഏത് കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതനുസരിച്ച് നമ്മൾ എടുക്കുക. And substitute the DLR and DL theta and DL phi. So that's how you have to find the area element, and then that's how you have to find the volume element. So in the same case, you can do the cylindrical coordinate system as well. So you can see the picture from the cylindrical system. So നിങ്ങൾക്ക് cylindrical system ഇവിടെ കാണാൻ പറ്റും. ഇവിടെ തീറ്റ ക്യാപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആംഗിൾ ഉള്ള യൂണിറ്റ് വെക്ടർ. The r cap എന്ന് പറയുന്നത് റേഡിയസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. Z cap, it is Z only. സോ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും ആറിനെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആറിനെ എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ആസ് ആർ കോസ് തീറ്റ, ആൻഡ് വൈനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ സൈൻ തീറ്റ, ആൻഡ് സെഡ് ഈസ് ജസ്റ്റ് സെഡ്. സോ ദിസ് ഈസ് വാട്ട് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം മീൻസ്. So cylindrical coordinate system is r theta z, and the polar coordinates എന്ന് പറയുന്നത് r theta phi ആയിരുന്നു. ആ phiക്ക് പകരം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് z ആണ്. സോ ഇവിടെയും നിങ്ങൾക്ക് വോളിയം എലമെന്റ് ആൻഡ് ഏരിയൽ എലമെന്റ് രണ്ടും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഫ്രം ഇഫ് യു നോ ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഓഫ് ദ ഇൻഫിനിറ്റ് ഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. സോ ഇൻഫിനിറ്റ് ഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരിക്കും വരിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ ഇഫ് യു substitute over these values, you will get DL as dr r cap. So in the direction of the radial it is dr r cap, and in the direction of theta it is r d theta theta cap, and dz z cap. So this is what the volume element, sorry, the displacement element. സോ കറസ്പോണ്ടിംഗ്ലി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡി ആർ എന്ന് പറയുന്നതായിരിക്കും DLR, ഈ ആർ ഡി തീറ്റ എന്ന് പറയുന്നതായിരിക്കും DL തീറ്റ, ഈ DZ എന്ന് പറയുന്നതായിരിക്കും DLZ. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് DA, what you have to do is that you have to look at which are the components are varying. So you can easily find as DLR, DL theta, or DL theta, DLZ, or DLR, DLZ. So accordingly you have to substitute all these values. And the D2 എന്ന് പറയുന്നത് DLR, DL theta, and DLZ. So it makes it's look that R, dr, d theta, dz. So this is the volume element. സോ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ സിമെട്രി ഉള്ള സിസ്റ്റത്തിൽ നിങ്ങൾ വോളിയത്തിനോട് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ വോളിയം എലമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് രണ്ട് തരം കോർഡിനേറ്റ് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഒക്കെ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻസും ഈ കൺവേർഷൻസും നമുക്ക് ആവശ്യമായി വരും. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ടേംസിലാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഒന്ന് ഗ്രേഡിയന്റ്, ഒന്ന് ഡൈവേർജൻസ്, ഒന്ന് കേൾ. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷൻ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ എന്തുമാത്രം വേരിയേഷൻ സംഭവിക്കുന്നു എന്ന് അറിയാൻ, അല്ലെങ്കിൽ എന്തുമാത്രം ചേഞ്ച് സംഭവിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ അറിയാൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ടേംസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ എങ്ങനെയാണ് അറിയുക എന്നുള്ളതാണ് ചോദ്യം. സോ ദാറ്റ് ബേസിക്കലി മീൻസ് ദാറ്റ് നമുക്ക് ഡി എഫ് കാണണം. എന്തുമാത്രം വ്യത്യാസമാണ് ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇൻഫിനിറ്റ് ഡെസിമൽ മൂവ്മെന്റ് നമ്മളൊരു സ്പേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഡിഫറൻസ് ആണ് ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം വേരിയേഷൻ ആണ് ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്നതെന്നും നോക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്
the gradient of the function and the dl component. അതായത് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ പോകുന്നത്. So it is a dot product of, so ഇതിനെയാണ് നമ്മൾ gradients എന്ന് വിളിക്കുന്നത്. So gradients basically can be solved as dou by dou x x cap plus dou by dou y y cap plus dou by dou z z cap. So ഇതിനെയാണ് നമ്മൾ gradients എന്ന് വിളിക്കുന്നത്. So if you want to find a gradient of an f, it is dou by dou x of f and plus dou f by dou y and dou f by dou z. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, എഫ് ഇസ് എ സ്കേലാർ. സോ വെക്ടറിന് നമ്മൾ ഗ്രേഡിയൻസ് എടുക്കുന്നത്, വെക്ടറിന് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ എക്സിലുള്ള അങ്ങനെ അത് ഒരു മീനിങ്ലെസ് ആണ്. സോ ബേസിക്കലി ഗ്രേഡിയൻസ് എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറ്റ് ഫോർ ദ സ്കേലാർ. സോ ഒരു സ്കേലാർ ഫംഗ്ഷനെ നമ്മൾ വെക്ടർ ഫംഗ്ഷൻ ആക്കി കമ്പോണന്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ എക്സ് ക്യാപ് ആൻഡ് ഇറ്റ് ഈസ് y cap and it is z cap. So you can clearly see that ഒരു സ്കേലാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഗ്രേഡിയൻസ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതൊരു വെക്ടർ ആയി മാറി. സോ എങ്ങനെയാണ് ഒരു ഒറ്റ സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ക്വാണ്ടിറ്റിയാണ്, വെക്ടർ എന്ന് പറഞ്ഞാൽ 3 ഡയറക്ഷനിലുമുള്ള ക്വാണ്ടിറ്റിയാണ്. സോ ഒറ്റ സിംഗിൾ സ്കേലാർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് 3 ഡയറക്ഷനിലുമുള്ള ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്കത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നമുക്ക് കുറെ കൂടെ കൃത്യമായി ഡിസ്കസ് ചെയ്യാം. സോ ഈ ഗ്രേഡിയൻസിന്റെ ഭാഗത്ത് എങ്ങനെയാണ് ഗ്രേഡിയൻസ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഗ്രേഡിയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ അഥവാ നിങ്ങളോട് ചോദിക്കുകയാണ് നോർമൽ ഓഫ് ദ ഫംഗ്ഷൻ, നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ നോർമൽ കാണണം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷന്റെ സർഫസിന് നോർമൽ ആയിട്ടുള്ള കമ്പോണന്റ് നിങ്ങൾക്ക് കാണണം എന്ന് പറയുകയാണെങ്കിൽ, വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ടേക്ക് ദ ഗ്രേഡിയൻസ്. നിങ്ങൾ ആ ഫംഗ്ഷന്റെ ഗ്രേഡിയൻസ് എടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഡയറക്ഷനിലുള്ള എന്തുമാത്രം ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഗ്രേഡിയൻസ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ അതിന് സാധാരണ പറയാറുള്ളത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ in a particular direction എന്ന് പറയുന്നത്, what you have to do is that you have to take the gradients and you have to take the dot product with a. അതാണ് നമ്മൾ ആദ്യമേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഒരു സ്മോൾ മൂവ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ അതിലുണ്ടാകുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ ഗ്രേഡിയൻസ് എന്ന് പറയുന്ന ടേംസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു ഫംഗ്ഷന്റെ നോർമൽ എന്ന് പറയുന്നത് അതിന് ഗ്രേഡിയൻസ് കാണാമെന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അതായത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ എന്തുമാത്രം മൂവ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുക്കുക. നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലുള്ള വേരിയേഷൻ ആണോ അറിയേണ്ടത് ആ ഡയറക്ഷനുമായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സോ ദിസ് ഈസ് ദ കേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഡോട്ട് പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാവും ഇഫ് ഡി എഫ് എന്ന് പറയുന്നത്, സോ ഡോട്ട് പ്രൊഡക്റ്റിന് നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുള്ള ഡി എൽ കോസ് തീറ്റയാണ്. സോ കോസ് തീറ്റ ഈസ് മാക്സിമം വെൻ തീറ്റ ഈസ് 0. സോ ഡി എഫ് ഇൻറ്റു ഡി എൽ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഡി എഫിന്റെ ഡയറക്ഷനിലായിരിക്കും, ഈ ഗ്രേഡിയൻസിന്റെ ഡയറക്ഷനിലായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ വേരിയേഷൻ സംഭവിക്കുക. സോ ഏറ്റവും മാക്സിമം വേരിയേഷൻ നടക്കുന്ന പോയിന്റ്, ഏറ്റവും മാക്സിമം വേരിയേഷൻ നടക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് ഗ്രേഡിയൻസിന്റെ ഡയറക്ഷനാണ്. സോ ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. സോ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രേഡിയൻസ് കാണാൻ അതിന്റെ ഇക്വേഷൻ, ഇറ്റ് ഈസ് ജസ്റ്റ് take the differentiation with respect to x, y, z. So but you have to remember that f is a scalar and when the result will come as a vector. So നിങ്ങൾക്ക് പുറത്തേക്ക് കിട്ടുന്ന ആൾ ഒരു വെക്ടർ ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു സ്കേലാർ ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് കിട്ടുന്നത് വെക്ടർ ആയിരിക്കും. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ടത് നോർമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് തന്നെയാണ്. പിന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, മൂന്നാമത്തെ ക്വാണ്ടിറ്റി മാക്സിമം വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വേരിയേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈയുടെ ഡയറക്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണ് ഡൈവേർജൻസ് എന്നാണ്.
സോ നമുക്ക് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ഓപ്പറേറ്റർ നമ്മളെ കയ്യിൽ കിട്ടി. എക്സ് ഡോ വൈ y cap പ്ലസ് ഡോ ബൈ ഡോ z cap. സോ ഈ ഓപ്പറേറ്ററുമായി നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്കേലാർ ഫംഗ്ഷൻ ആണ്. സോ ഈ ഓപ്പറേറ്റർ ഒരു വെക്ടറിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ബേസിക്കലി ഈ ഓപ്പറേറ്ററിനെ ഒരു വെക്ടറുമായിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ്സ് ലുക്ക് ലൈക്ക്. സോ വാട്ട് യു വിൽ ഗെറ്റ് ദാറ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് അതിന്റെ എക്സ് കമ്പോണന്റ് ആൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് അതിന്റെ വൈ കമ്പോണന്റ് ആൻഡ് ഡോ ബൈ ഡോ സെഡ് ഓഫ് അതിന്റെ സെഡ് കമ്പോണന്റ്. ഇതാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഡൈവർജൻസ് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. സോ ഡൈവർജൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സ്കേലാർ ആയിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വെക്ടറാണ്. എ എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. എ ഒരു വെക്ടറാണ്. നമുക്ക് പുറത്തേക്ക് കിട്ടിയിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്. സോ ഇതാണ് ബേസിക്കലി ഡൈവർജൻസ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കമ്പോണന്റ് ഡൈവേർജ് ചെയ്യുന്നു. സാധാരണ നമ്മൾ പറയാറുള്ളത് സോ യു ക്യാൻ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലെ ലൈൻസ് സോ യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഇറ്റ് ഈസ് ഡൈവേർജിങ് ഇൻ ഓൾ ദി ഡയറക്ഷൻ. സോ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ പോകുന്ന ഡൈവർജൻസിനെ നമ്മൾ പോസിറ്റീവ് ഡൈവർജൻസ് എന്നും, ഫോർ ദ നെഗറ്റീവ് ചാർജസ് ഇറ്റ് ഇസ് കമ്മിങ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ അതിനെ നമ്മൾ നെഗറ്റീവ് ഡൈവർജൻസ് എന്നാണ് പറയാറുള്ളത്. So if I am drawing the lines as a constant lines, though it simply means that the divergence is 0. So divergence of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം it is a solenoidal എന്നതാണ്. സോ നിങ്ങളോട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് it is a solenoidal function, that implicitly means that the divergence of that function is 0. സോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ രണ്ട് ഫംഗ്ഷൻ എ ഡോട്ട് ബി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ പാരലൽ ആണെന്ന് അർത്ഥം. എ ക്രോസ് ബി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെർപെൻഡിക്കുലർ ആണെന്നാണ് അർത്ഥം. സോ ഇൻ ദ കേസ് ഓഫ് ദ ഫീൽഡ്, ഇഫ് യു ടേക്ക് ദ ഡൈവേർജൻസ്, ഇഫ് യു ആർ ഗെറ്റിംഗ് 0, ഇറ്റ് ഈസ് സോളിനോയിഡൽ. ആൻഡ് ഇഫ് യു ആർ ദ കേളിന്റെ ടേംസിൽ നമ്മൾ അടുത്തത് സംസാരിക്കും. സോ കേൾ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഓൾറെഡി എടുത്തത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ cross product with a vector. So basically it will be look like this. You have to take the determinant of and the dou by dou x, dou by dou y, dou by dou z, ax, ay, az. So നിങ്ങൾ ഈ ഡിറ്റർമിനന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾ കിട്ടും. So if someone saying that curl is 0, curl 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം it is irrotational. സോ ക്വസ്റ്റ്യനിൽ അഥവാ ഇറോട്ടേഷണൽ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം കേൾ 0 ആണെന്നാണ്. സോ കേൾ 0 എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡിയൻ ഓപ്പറേറ്ററിനെയും അതിന്റെ ഫംഗ്ഷനെയും എടുത്ത് അതിന്റെ ഡിറ്റർമിനന്റ് കാണാം, അതിന് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, എന്നിട്ട് ഫംഗ്ഷന്റെ ഏതെങ്കിലും റിലേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ കേളിന്റെ തന്നെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് ഈസ് ഹൗ ഇറ്റ് സോ എന്തുമാത്രമാണ് അത് ഒരു പ്രത്യേക പോയിന്റിനെ ചുറ്റുവട്ടം കേൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ കേളിന്റെ ഡയറക്ഷൻ നമ്മൾ സാധാരണ കാണാറുള്ളത് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. So that basically tells you that anti-clockwise direction will give you positive curl. So anti-clockwise direction എന്ന് പറയുന്നത് it gives you basically the positive curl. That is what it is. So ഇതാണ് നമുക്ക് കേളിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. സോ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ പരിചയപ്പെട്ടിരിക്കുന്ന 3 തരം ഓപ്പറേഷൻസ്, ഒന്ന് ഗ്രേഡിയൻസ് ആണ്, ഒന്ന് ഡൈവേർജൻസ് ആണ്, പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേൾ ആണ്. ഈ 3 ഓപ്പറേഷൻസിന്റെയും സെക്കൻഡ് ഡെറിവേറ്റീവുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സോ ബേസിക്കലി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്, സോ യു ക്യാൻ ഡൈവേർജൻസ് ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഡൈവേർജൻസ് ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കും ലാപ്ലാഷ്യൻ.
ഇതിൽ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ലാപ്ലാഷ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ഇതിനെയാണ് നമ്മൾ divergence of gradients. So if you substitute that operator values, you will get that. നമ്മൾ ഷോർട്ട് ആയിട്ട് ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ വി പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. സോ വി എന്ന് പറയുന്നത് നേരത്തെ തന്നെ ആദ്യം ഗ്രേഡിയന്റ് എടുത്തത് കൊണ്ട് തന്നെ വി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്കേലാർ. സോ ഒരു സ്കേലാറായ ഫംഗ്ഷനെ നമ്മൾ ആദ്യം ഗ്രേഡിയൻസ് എടുക്കുമ്പോൾ അതൊരു വെക്ടറായി മാറും. പിന്നെ അത് നമ്മൾ ആ വെക്ടർ കൊണ്ട് നമ്മൾ ഡൈവേർജൻസ് എടുക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദ ലാപ്ലാഷ്യൻ മീൻസ്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you can see this gradient of divergence. Gradient of divergence എന്ന് പറയുന്നത് ലാപ്ലാഷ്യൻ അല്ല. സോ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം ഡൈവേർജൻസ് എടുക്കുന്നു. So it becomes a scalar and then we are taking a gradient. So eventually you are getting the output as a vector. So the output എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ it is not equal to the Laplacian. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ആയി കൊടുക്കുന്നത് സ്കേലാർ ആണ്. സ്കേലാർ പിന്നെ വെക്ടർ ആവുന്നു. പിന്നെ നമ്മൾ ഡൈവേർജൻസ് എടുക്കുമ്പോൾ വീണ്ടും സ്കേലാർ ആവുന്നു. സോ നിങ്ങളുടെ ഔട്ട്പുട്ടും സ്കേലാർ തന്നെ ആയിരിക്കും. പക്ഷേ ഗ്രേഡിയന്റ് ഓഫ് ഡൈവർജൻസ് എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെക്ടർ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വലന്റ് ടു ദ ലാപ്ലാഷ്യൻ. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡൈവേർജൻസ് ഓഫ് എ കേൾ. ഡൈവേർജൻസ് ഓഫ് എ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് എ കേൾ വിൽ ബി ആൾവേസ് സീറോ. ഒരു കേളിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ആൾവേസ് സീറോ ആണ്. അല്ലെങ്കിൽ കേള് തിരിച്ചും കേൾ ഓഫ് എ ഡൈവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് എ കേൾ ബോത്ത് ആർ zero. So it is very important in that sense. So രണ്ട് ഫംഗ്ഷൻ നമുക്ക് രണ്ട് ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷൻ കാണാൻ ഇത് വളരെയധികം സഹായിക്കും. ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേൾ ഓഫ് ഡൈവർജൻസ്, അതും സീറോ ആണ്. കേൾ ഓഫ് ഡൈവർജൻസ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ് യഥാർത്ഥത്തിൽ. ഇറ്റ് ഈസ് നമുക്ക് ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു ആദ്യം നമ്മൾ എടുക്കുന്നത് കേൾ ഓഫ് എ ഡൈവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവർജൻസ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്കേലാർ ആയിരിക്കും. സോ ദെൻ വി ആർ ടേക്കിംഗ് എ കേൾ ഓൺ എ സ്കേലാർ. ഒരു സ്കേലാറിന് മുകളിൽ ഒരു കേൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ബോത്ത് ഷുഡ് ബി ഇറ്റ് ഈസ് എ ക്രോസ് പ്രോഡക്റ്റ്. സോ യു കാൺ ടേക്ക് എ ക്രോസ് പ്രോഡക്റ്റ് ഓവർ എ സ്കേലാർ. സോ ഇറ്റ് ഈസ് മീനിങ്ലെസ്. സോ കേൾ ഓഫ് ഡൈവർജൻസ് എന്ന് പറയുന്നതും നമുക്ക് ആവശ്യമില്ല. സോ ബേസിക്കലി ഡൈവർജൻസ് ഓഫ് എ കേൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു ടേക്ക് എ ഡൈവർജൻസ് ഓഫ് എ കേൾ യു വിൽ ഗെറ്റ് എ സീറോ. യെസ്. ഇനി കേൾ ഓഫ് എ ഗ്രേഡിയന്റ്. കേൾ ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേൾ ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സീറോ. നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന റിലേഷനാണ് കേൾ ഓഫ് എ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ കേൾ ഓഫ് എ ഗ്രേഡിയന്റ് ഈസ് സീറോ. ആൻഡ് then gradient of curl, തിരിച്ചുള്ള കാര്യം gradient of a curl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു gradient of a curl എന്ന് പറയുമ്പോൾ you can clearly see that if you take a gradient, if you take a curl it becomes a vector. So നിങ്ങൾ ആദ്യം ഒരു ഫംഗ്ഷനെ നിങ്ങൾ കേൾ എടുത്തു കഴിഞ്ഞാൽ it is a vector. Then you are taking a gradient. ഒരു വെക്ടറിന് മുകളിൽ ഒരു ഗ്രേഡിയന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. സോ all 6 combinations we have tried, അതിൽ ഓൺലി സർവൈവ് ചെയ്ത് നിൽക്കുന്നത് ഇതിൽ 2 ആളുകൾ മീനിങ്ലെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേൾ ഓഫ് ഡൈവർജൻസും ഗ്രേഡിയന്റ് ഓഫ് കേളും മീനിങ്ലെസ് ആണ്. നമുക്കത് ക്ലിയർലി യു ക്യാൻ സീ ദാറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ തന്നെ ഗ്രേഡിയന്റ് ഓഫ് ഡൈവർജൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെയധികം കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡൈവർജൻസ് ഓഫ് എ കേൾ ഇറ്റ് ഈസ് സീറോ ആൻഡ് ദ കേൾ ഓഫ് എ ഗ്രേഡിയന്റ് സീറോ. ആൻഡ് ദെൻ ദ ലാപ്ലാഷ്യൻ ഇക്വേഷൻ. സോ ദ ലാപ്ലാഷ്യൻ ഇക്വേഷൻ ബേസിക്കലി ഡെൽ സ്ക്വയർ സംതിങ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് സീറോ. ഇതിനാണ് നമ്മൾ ലാപ്ലാഷ്യൻ ഇക്വേഷൻ എന്ന് പറയാം. ഇഫ് del square phi is not equal to 0, it is another equation. It's called the Poisson's equation. നമ്മൾ അത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട് പറയും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേൾ ഓഫ് എ കേൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇവിടെ നമുക്ക് ജസ്റ്റ് പറയാനുണ്ട്. കേൾ ഓഫ് എ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
del ഇതിനെയാണ് നമ്മൾ കേൾ ഓഫ് എ കേൾ എന്ന് പറയുന്നത്. സോ കേൾ ഓഫ് എ കേൾ യു ക്യാൻ ക്ലിയർലി സാഡ് ഈസ് എ വെക്ടർ പ്രോഡക്റ്റ്. നമ്മൾ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ ഇതിന് മുമ്പ് പറഞ്ഞതാണ്, ബാക്ക് ക്യാബ് റൂൾ എന്ന് പറയുന്നത്. സോ ബാക്ക് ക്യാബ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ബാക്ക് എന്ന് പറയുന്നത് ബി ആദ്യം പുറത്തിടുക. സോ ഡെൽറ്റ ആദ്യം പുറത്ത് വന്നു. Then you have to take the divergence back. So A taken with the dot product with then cab rule. So you have to take A outside, and then if you take, you will get as Laplacian. So this is very important relation. So curl of a curl, you will get this relation. So divergence is a gradient of so you're just multiplying with the divergence of A with the del square A, which is a Laplacian. So this is what the curl of curl within a triple product and vector triple product. And if you substitute that rule, cap back rule, നിങ്ങൾ substitute ചെയ്താൽ നിങ്ങൾക്ക് equation കിട്ടും. ഇതും നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇതാണ് ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻസ്. സോ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നമ്മൾ ഡൈവേർജൻസ്, കേൾ ആൻഡ് ഗ്രേഡിയൻസ് എന്ന് പറയുന്ന മൂന്നാൾക്കാരെ പരിചയപ്പെട്ടു. അവരുടെ സെക്കൻഡ് ഡെറിവേറ്റീവുകൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഇന്റഗ്രൽ കാൽക്കുലസ് എന്നാണ്. സോ ഇന്റഗ്രൽ കാൽക്കുലസിൽ ബേസിക്കലി നമുക്ക് പറയാനുള്ളത് മൂന്ന് തരം ആൾക്കാരാണ്. ഒന്ന് ലൈൻ ഇന്റഗ്രൽ, ഒന്ന് സർഫസ് ഇന്റഗ്രൽ, ഒന്ന് വോളിയം ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഇഫ് യു ആർ ഗോയിങ് അലോങ് എ പാത്ത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ലൈൻ ഇന്റഗ്രലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇതിലെ ചില ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഇതിന് ഫങ്ഷൻസ് ചില ആളുകൾ ഇതിനെ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്തോളണമെന്നില്ല. നിങ്ങൾ ഏത് പാത്തിലൂടെയാണോ പോയത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എനർജിയുമായി ബന്ധപ്പെട്ട് വർക്ക് കാണുന്ന ഇക്വേഷൻ ആണ്. ബേസിക്കലി വർക്ക് കാണാനാണ് ഇക്വേഷൻ നമ്മൾ ലൈൻ ഇന്റഗ്രലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇഫ് ദ വർക്ക് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്, അതിനെ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. ഇഫ് ദ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ലൈനിനെ നമ്മൾ ചെയ്യുന്ന ആൻസർ ലൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കും. സോ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ യു ഡോണ്ട് നീഡ് ടു ബി വെറീഡ് അബൌട്ട് വിച്ച് പാത്ത് യു ആർ ഫോളോഡ്. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. But in the case of non-conservative force, you have to be integrated along the path. So path നിങ്ങൾ if ആ പാത്ത് ഏത് കർവ്ഡ് പാത്ത് ആണെങ്കിൽ നിങ്ങൾ കർവ്ഡ് പാത്ത്, അങ്ങനെ ജോയിന്റ് ആയിട്ടുള്ള പാത്ത് ആണെങ്കിൽ you have to go along that path. Then only you will get the exact value. So that is what line integral. And surface integral എന്ന് പറയുന്നത് it is basically A dot dA. ഈ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോർമൽ സർഫസ് കമ്പോണന്റ്. നമ്മൾ തൊട്ട് മുമ്പേ സർഫസ് എലമെന്റ് ആയിട്ട് പോളാർ കോർഡിനേറ്റ്സിന്റെയും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളാണ് ഈ ഡി എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസ് ഇന്റഗ്രലിൽ നിങ്ങൾ എടുക്കുന്ന ഇയാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എ ക്യാപ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി നോർമൽ ടു ദ സർഫസ്. സോ നോർമൽ ടു സർഫസിലൂടെ എ എന്ന് പറയുന്ന കമ്പോണന്റ് എന്തുമാത്രം പോകുന്നു, അതിനാണ് സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ് എന്ന് പറയുന്ന ആള്. ഫ്ലക്സ് എന്ന് തന്നെയാണ്, ഫ്ലക്സിന്റെ അതേ മീനിങ് ആണ് സർഫസ് ഇന്റഗ്രലിനുള്ളത്. നിങ്ങൾ ഗോസ്ലോയുടെ കേസിലേക്ക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ബേസിക്കലി മീൻസ് സർഫസ് ഇന്റഗ്രൽ മീൻസ്. സോ ഈ ഡി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മുമ്പ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിന്റെയും അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിന്റെ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെ കമ്പോണന്റ് ആക്കി നമ്മൾ എഴുതിയിട്ടുള്ളത് പോലെ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്ന കമ്പോണന്റോ അല്ലെങ്കിൽ ഡി വൈ ഡി സെഡ് എന്ന് പറയുന്ന കമ്പോണന്റോ അല്ലെങ്കിൽ ഡി എക്സ് ഡി സെഡ് ഏത് ഡയറക്ഷനിലാണോ നമുക്ക് വേരിയേഷൻ ഉള്ളത് ആ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഡി എന്ന് പറയുന്ന കമ്പോണന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ that is what surface integral means. And the third point is a volume integral. So if you want to take a volume integral along this dv, so volume integral തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ dv എന്ന് പറയുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് dx dy dz or
dlr, dl theta, dl phi in the case of polar coordinates, dlr, dl theta, dl z അതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന്റെ കേസിൽ വരുന്നത്. സോ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. എങ്ങനെയാണ് വോളിയം ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വി ആർ ഇന്റഗ്രേറ്റിംഗ് അലോങ് എ വോളിയം. ദിസ് വോളിയം എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് വോളിയം എലമെന്റ് എന്ന് പറയുന്നത്? അതിന്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂസ്. Then now we have to look at the most important portion in the integral calculus, which is first one is divergence theorem. എന്താണ് divergence theorem എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. Divergence theorem എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ it is something connecting between the divergence and the surface area. So total flux എന്ന് പറയുന്നത്, so if you taking a volume integral along, നിങ്ങളൊരു വോളിയം ഇന്റഗ്രേഷൻ നടത്തുകയാണ് along a volume element. So d tau എന്ന് പറയുന്ന വോളിയം എലമെന്റ് നിങ്ങൾ നടത്തുകയാണ് and the divergence of that function along a volume element. ഇതിന് equivalent ആണ് എന്തെന്ന് പറയുന്നത് if you are taking the surface integral in a closed loop. So ഇതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കൊരു സർഫസ് ഇന്റഗ്രൽ ക്ലോസ്ഡ് ലൂപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും അതിലൂടെ ഡൈവേർജ് ചെയ്യുന്നതിന് നമ്മൾ വോളിയം. ഇത് ബേസിക്കലി നിങ്ങൾക്ക് ഗോസ് ലോയുമായി ഇത് കണക്ട് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് മനസ്സിലാവും. സോ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണെന്ന് പറഞ്ഞു. സോ ആ ഒരു ഫ്ലക്സിനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡൈവേർജ് ചെയ്തു പോകുന്നതിന്റെ എന്തുമാത്രം A കമ്പോണന്റ് ഡൈവേർജ് ചെയ്തു പോകുന്നു എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാവുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സർഫസ്. സർഫസിന്റെ ഷേപ്പിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാനിവിടെ ഒരു പോയിന്റ് ചാർജ് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇറ്റ്സ് ഡൈവേർജിങ് ഓൾ അലോങ് ദ പാത്ത്. സോ നിങ്ങളൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സർഫസിലുള്ള ഡൈവേർജൻസ് എന്തുമാത്രമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് പാർട്ട്. സോ നിങ്ങളുടെ ഡൈവേർജൻസ് എന്ന് പറയുന്ന പാർട്ട് ഇത് കിട്ടും. നിങ്ങളുടെ ഫ്ലക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഹൗ ബിഗ് യു ആർ ടേക്കിംഗ് ദ സ്ഫിയർ. നിങ്ങൾ വളരെ ചെറിയ സ്ഫിയർ എടുത്തു കഴിഞ്ഞാലും വളരെ വലിയ സ്ഫിയർ എടുത്തു കഴിഞ്ഞാലും ബേസിക്കലി അതിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈൻസ് എന്ന് പറയുന്നത് 5 ലൈൻസ് ആണ്. So it doesn't matter. So that is what basically it gives you this theorem. So it's very important. Divergence theorem എന്ന് പറയുന്നത്. So if you're taking along a function, if you're taking a volume integral along a divergence of a function, you can replace that with the surface integral of along that function. So that is what. So it should be a closed path. That is very important. So this is what the divergence theorem means. So the second theorem we have to say about the Stokes theorem. Stokes theorem എന്ന് പറയുന്നത്, so if you are taking a curl of a function along a surface, so if you are taking a curl of a function along a surface, it is exactly equivalent to the line integral of that closed path. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, നേരത്തെ ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നതും ഡൈവേർജൻസ് തിയറം ഇഫ് യു ആർ ടേക്കിംഗ് എ ഡൈവേർജൻസ് ഓവർ എ വോളിയം ഇന്റഗ്രൽ ഇറ്റ് ബിക്കംസ് അതിന്റെ ലോവർ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ദ സർഫസ് എന്ന് പറയുന്നു. ഇഫ് യു ആർ ടേക്കിംഗ് എ കേൾ ഓഫ് എ സർഫസ് ഇന്റഗ്രൽ ഓവർ എ കേൾ യു ക്യാൻ റീപ്ലേസ് വിത്ത് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത്. സോ ഇതാണ് സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിക്കലി മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സർഫസ് എടുക്കുകയാണ്. ആ സർഫസിൽ നിങ്ങൾ എന്തുമാത്രം കേളാണ് സംഭവിക്കുന്നത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ കേൾ എന്ന് പറയുന്നത് സർഫസിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാണ് കേൾ ഉണ്ടായിരിക്കുക, കേൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ആ കേൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സാക്ട്ലി ഈക്വലൻ ടു ദ ഫംഗ്ഷൻ പാസസ് ത്രൂ ദിസ് ലൈൻ. അതിന്റെ സർഫസിലൂടെ അത് മൂവ് ചെയ്യുന്ന സർഫസിൽ എന്തുമാത്രം ഫ്ലോ ഉണ്ട് എന്നുള്ളതിന് ഈക്വലന്റ് ആയിരിക്കും എന്തുമാത്രം കേൾ ആ സർഫസിലുണ്ട് എന്നുള്ളത്. സോ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഇന്റഗ്രൽ അലോങ് ദ ലൈൻസ് it is basically gives you that how much curl is inside the surface. So that is what it basically means. So Stokes theorem വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത്.
So ഈ കേൾ കാണാൻ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് യു ഹാവ് ടു ടേക്ക് ദി ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് ഡി ആൻഡ് ഇന്റഗ്രേറ്റ് ഓവർ ദി സർഫസ് ഇന്റഗ്രൽ. ആൻഡ് എ ഡി എൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആൻഡ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഇതിന്റെ ലൈൻ ഇന്റഗ്രൽ എടുക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇനി അവസാനത്തെ തിയറം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഗ്രീൻസ് തിയറമാണ്. ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി നമ്മളൊരു ഓക്കെ ലെറ്റ് us consider a function f of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. So it has two components. It is f1, this also depends on the in the I direction, which also depends on the x and y, and f2 which also depends on the j cap. So ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഈ ഫംഗ്ഷൻ നിൽക്കുന്നത് so you can see that it is z and this is x and y. So it is basically x and y ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം the function is lies on the xy plane. xy പ്ലെയിനിലാണ് ഫംഗ്ഷൻ നിൽക്കുന്നത്. സോ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ if you are taking so നിങ്ങൾ ഈ ഫംഗ്ഷന്റെ കേൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ z ഡയറക്ഷനുള്ള ഈ ഫംഗ്ഷന്റെ കേൾ എടുക്കുകയാണെങ്കിൽ df2 by dx. So if you take the curl of that function, you will get like this. If you substitute the determinant and if you substitute the values over there, you will get this. So if you are taking a curl over the surface, a surface in the curl ningal edukanu vichirikka. So that is exactly equivalent to f dr. So this is what the gradients theorem means. Closed loop il ningal f dr എന്ന് പറയുന്ന f എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ. So if you substitute the f as this function and dr as dx plus y, dr എന്ന് പറയുന്നത് dxi cap dy j cap എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ലെഫ്റ്റ് സൈഡ് വിൽ ബി ലൈക്ക് ദിസ്. it will be like f1 dx plus f2 dy എന്ന് പറയുന്നത് it will be equal to the surface integral of df2 dx minus df1 dy dx dy. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഫംഗ്ഷൻ ലൈ ചെയ്തിരിക്കുന്നത് ഒരു സർഫസിലാണ്. സോ ആ സർഫസ്, ഓവർ ദാറ്റ് സർഫസ് വി ആർ ഇന്റഗ്രേറ്റിംഗ്. And the second thing is that it is over a closed curve. So അതുകൊണ്ടാണ് നമുക്ക് അതിനെ ഡോട്ട് പ്രൊട്ടക്റ്റഡ്. സോ ഇറ്റ് ഷുഡ് ബി എ ക്ലോസ്ഡ് കർവ്. സി എന്ന് പറയുന്ന കർവ് നമ്മൾ അലോങ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ എടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി അലോങ് ദ ക്ലോസ്ഡ് കർവ്. ഇറ്റ്സ് ബേസിക്കലി സ്റ്റോക്സ് തിയറത്തിന്റെ തന്നെ ഒരു വേറൊരു ഫോർമേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതിന്റെ തന്നെ ഒരു പ്രത്യേക കേസിൽ എങ്ങനെയാണ് സ്റ്റോക്സ് തിയറം ആക്ട് ചെയ്യുന്നതെന്നോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, if you can see that if this RHS component is means that if dou f2 by dou x minus dou f1 by dou y, if it is equal to 1, you can clearly see that it is surface integral of dx dy is equal to the closed integral of f1 dx plus f2 dy. So this is what it is. So നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഗ്രീൻസ് തിയറം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിലൊന്നെന്ന് പറയുന്നത് you can easily use this equation to find area. ഏതെങ്കിലും രണ്ട് കർവുകൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഇഫ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാബോള other parabola like this, and just giving you an example. രണ്ട് പരാബോള നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, if you want to find over this area or any closed path, ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് കർവിന്റെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാം. ഒന്ന്. രണ്ടാമത് നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇതുമായി കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. സോ ഇഫ് ദിസ് കൈൻഡ് ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഗ്രീൻസ് തിയറത്തിന്റെ ഒരു അപ്രോച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ബേസിക്കലി ദിസ് ഇസ് വാട്ട് ദ ഗ്രീൻസ് തിയറം. സോ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
കേൾ, ഗ്രേഡിയൻസ്, കേൾ, ഡൈവർജൻസ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആദ്യം നമ്മൾ പറഞ്ഞത് ഗ്രേഡിയൻസ് എന്താണെന്നാണ്. ആദ്യം നമ്മൾ ഗ്രേഡിയൻസ്, കേൾ ആൻഡ് ഡൈവർജൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബേസിക് ആയിട്ടാണ് നിങ്ങൾ ട്രിപ്പിൾ പ്രൊഡക്റ്റിനെ പറ്റിയും വെക്ടർ പ്രൊഡക്റ്റിനെ പറ്റിയും നിങ്ങൾ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് രണ്ട് തരം കോർഡിനേറ്റ്സ് ആണ്. ഈ കോർഡിനേറ്റ്സ് കണക്ട് ചെയ്യുന്നത് യു ഹാവ് ടു സോൾവ് ദാറ്റ്. സോ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറെ കൂടെ മനസ്സിലാവും. കോർഡിനേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഗ്രേഡിയൻസ്, കേൾ ആൻഡ് ഡൈവർജൻസ്, മൂന്നാൾക്കാരെയും പറഞ്ഞു. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന നോഷൻ കൂടെ നമ്മൾ, ഇന്റഗ്രൽ കാൽക്കുലസ് ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ ആൻഡ് വോളിയം ഇന്റഗ്രൽ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ്, വോളിയം എലമെന്റ്, സർഫസ് എലമെന്റ്, ഈ ആൾക്കാരെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന മൂന്ന് തിയറങ്ങളുണ്ട്. ഒന്നാണ് ഡൈവർജൻസ് തിയറം, ഒന്നാണ് സ്റ്റോക്സ് തിയറം, ഒന്നാണ് ഗ്രീൻസ് തിയറം. ഈ മൂന്ന് തിയറങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഗ്രേഡിയൻസ്, കേൾ ആൻഡ് ഡൈവർജൻസ്, ഇത് തന്നെ മൂന്ന് കോർഡിനേറ്റ്സിലും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്, ഏത് ഓരോ കോർഡിനേറ്റ്സിലാവുമ്പോൾ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആയിരിക്കുമ്പോൾ, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആയിരിക്കുമ്പോൾ ഏതെല്ലാം ഇക്വേഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അന്നേരം ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യാം. സോ we will see in the next lecture. Thank you.